Good morning. Say good morning. Hello, good morning. So ഞങ്ങൾ ഇവിടെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങള് രാവിലെ കുക്കിംഗ് എല്ലാം സെറ്റ് ആക്കാൻ പോവാണ്. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെന്തുവാ കപ്പ കിട്ടിയാൽ കപ്പ ചോറ്, അങ്ങനത്തെ ഒരു തനി നാടൻ ഒരു ഉച്ച ഭക്ഷണം. സോ അതാണ് നമ്മൾ ഇന്ന് കച്ച കഫേയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കുടിക്കും. ഇത് നമുക്ക് കയ്യിൽ വെച്ചാൽ പണി നടക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ വെക്കാം. കാണാൻ പറ്റത്തില്ലല്ലോ, താഴെ നിൽക്കുന്ന കുടിനെ കാണത്തില്ല. സോ നമുക്ക് ഫസ്റ്റ് അരി ഇടാം. നമ്മൾ ചിക്കൻ ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു, ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് അരി ഇടാം. നല്ല പാലക്കാടൻ മട്ട. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അയാൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അയാള് താഴെ ചെയറൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. എല്ലാവർക്കും ഒരു വെൽക്കം പറഞ്ഞേ. അവിടെ നോക്കി പറ. നന്നായിട്ടുണ്ട്. മേള് ഫസ്റ്റ് സെക്കൻഡ് ഹൈറ്റ് കണ്ടോ, കറക്റ്റ്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സുഖമാണോ? എന്നിട്ട് എന്തോ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞു. എന്ത് ഫുഡാ ഉണ്ടാക്കുന്നേ? ചിക്കൻ ഫുഡാണ്. ചിക്കൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ആണോ? അയ്യോ, മീൻ ചത്തുപോയി. മീന് ആണോ? മീൻ തലേന്ന് അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈക്ക് ഉള്ളത് അവിടെ പെരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിയുടെ എടുത്തിട്ട് അതിനകത്ത് ചിക്കൻ ഫ്രൈ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ ഞാൻ പെരട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ 65ൻ്റെ മസാല ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തതെന്ന് പറയാം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, ചെറിയുള്ളി, പിന്നെ നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകവും, ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ പീസസ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലയില്ലേ, അത് കണ്ടോ, അതിൻ്റെ ഒരു അരപ്പ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട കുറച്ച്. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയുക വറ്റൽമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലൊരു ഓപ്ഷൻ. മുളക്, മഞ്ഞൾ, ഇതെല്ലാം സായി മഞ്ഞൾ അവിടെ നോക്കി പറ. മഞ്ഞൾ മഞ്ഞൾ ഇനി എന്തൊക്കെ എല്ലാം ഞാൻ കാണിച്ചല്ലോ. ഇനി എന്താ നമ്മൾ ഇടാൻ പോകുന്നത്? മല്ലി പറയും, മല്ലിപ്പൊടി. ഇപ്പൊ ഒരുപാടൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് കിഴത്തി വെക്കാം. നമ്മുടെ ചിക്കനിലേക്കെല്ലാം ഇതെന്താണ്? ഇത് ഉപ്പ്. നമുക്ക് ഉപ്പ് ഇടുന്നുണ്ട്. സാധാരണയായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കും കേട്ടോ. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും. ചീത്ത മണോ? നല്ല മണമല്ലേടാ. സോ ഇത് കഴിഞ്ഞു. പാത്രത്തിലോട്ട് ചെറിയ ഉള്ളി ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം വലുതാണ്, അത്രേ ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് വലിയ ഉള്ളി എടുക്കാം. വലിയ ഉള്ളി ലിറ്ററലി വലിയ ഉള്ളിയാണ്. അതിന്റെ തല കാണിച്ച് അവന്റെ തല വെച്ചിട്ട് ഓ സായിക്ക് ചിരി വരുന്നു. സാരിക്ക് നീ എന്നാ ഉണ്ടാക്കുന്ന ഇങ്ങനെയൊക്കെ ആഹാരം? എന്താ നമ്മുടെ എന്താ ചെയ്യുന്നേ? ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കണ്ട, ചതച്ചെടുക്കാം. ഇതാരാണ് പറഞ്ഞേ? അതിൽ കൊറേ പേര് കാണുന്നുണ്ട് സായിപ്പാപ്പനെ. എല്ലാവർക്കും സുഖാണോ? എല്ലാരും ഹോളി ആഘോഷിക്കുന്നു. ഹാപ്പി ഹോളി പറ. മോളി അല്ല, ഹാപ്പി ഹോളി. ഹാപ്പി മോളി.
ഹോളി ഹോളി. ശരത്ത് ഷാർപ്പൻ ചെയ്യുന്ന കത്തി വെച്ചിട്ട് എനിക്ക് പേഴ്സണലി അരിയാൻ ഭയങ്കര പേടിയാ. കാരണം പുള്ളിയുടെ ഈ കത്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഹെയർ ഇല്ലേ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഷേവ് ചെയ്തോളൂ. അത്രയും ഷാർപ്പാക്കും. എനിക്ക് മാത്രമേ പുള്ളി കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ കത്തി, ഞാൻ യൂസ് ചെയ്യുന്ന കത്തി അരിയുടെ കൊടുക്കാറില്ല ഷാർപ്പ് ചെയ്യാനായിട്ട്. കാരണം ജസ്റ്റ് നമ്മുടെ കൈയുടെ സൈഡിൽ കൂടെ പോയാൽ ഉറപ്പായിട്ടും പോകും. സോ അതാണ് ഇപ്പൊ കാണുന്നത്. ഓൾറെഡി ഒരു കല്ലുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ പുള്ളി ആമസോണിൽ നിന്ന് അടുത്ത കല്ല് മേടിച്ചു ഞാൻ നാട്ടിൽ പോയ സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് ആ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ. കാരണം ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഞാനിവിടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് കറിയാണെങ്കിലും, ഇപ്പം മുട്ട റോസ്റ്റൊക്കെ ആണെങ്കിലും അല്ല നമ്മൾ മീൻകറി വെക്കുകയാണ്, എന്ത് ചെയ്യുന്നെങ്കിലും ഞാൻ ആദ്യം തന്നെ ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. അതുപോലെ തന്നെ നല്ലൊരു നിറവും കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക്. പിന്നെന്താ പറയുക, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളിങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എണ്ണയിലേക്ക് മുളക് പൊടി എല്ലാം ചേർത്ത്, മുളക് പൊടി, മല്ലി, മഞ്ഞളെല്ലാം ചേർത്ത് നന്നായിട്ട് അതിൻ്റെ മണം മാറിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അതൊന്നിട്ട് അതിൻ്റെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവോള ഞാൻ വലുത് 2 ആണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സവോള ഇട്ട് കൊടുത്തു. ചെറിയുള്ളിയും കൂടെ ചേർത്തു. ചെറിയുള്ളി ചേർക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കിയതാണ്. അത് സോട്ട് ആവുന്ന സമയത്തിന് ഞാനൊന്ന് പുറത്തേക്ക് വന്നപ്പോൾ സായിക്കുട്ടൻ ദേ ഇവിടെ കിടന്ന് കളിക്കുകയാണ്. ഇതാണ് അവൻ്റെ ബാഗ് കേട്ടോ. ഒരു പെട്ടിയുണ്ട്, അതിനകത്താണ് പുള്ളിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. സോ അതിൽ കയറിയിരുന്ന് അതിൽ കളിപ്പാട്ടങ്ങൾ പുറത്ത് വലിച്ചെറിയുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ കാണും. അങ്ങനെ അവൻ്റെ കുറച്ച് നേരം അവൻ്റെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. കിച്ചണിൽ എൻ്റെ സവോള കരിയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ വന്ന് നോക്കി, ഒന്ന് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെയ്തേക്കുന്ന എല്ലാം കൂടെ ഒരു കുക്കറിനകത്തേക്ക് നമ്മൾ മാറ്റി ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും കേൾപ്പിക്കേണ്ട, ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും ആ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന്, ഞാൻ ശകലം കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളമായിട്ട് തോന്നുന്നത്. നമുക്ക് ആവശ്യത്തിന് അത് വെള്ളം വറ്റിച്ചെടുക്കാം. പിന്നെ ഒന്നുമില്ല, നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നില്ലേ, അത് വെളിച്ചെണ്ണ എടുത്ത് അതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പതിയെ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതും ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ്. പിന്നെ എൻ്റെ ചിക്കന് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ എടുത്ത സവോള വലുതായതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് കുറച്ച് സ്വീറ്റ്നെസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ കുരുമുളകൊക്കെ ചേർത്തു. പിന്നെ കറി കുറച്ചുകൂടെ ടേസ്റ്റി ആവാനായിട്ട് റൈസിന് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു. സോ അങ്ങനെ ഏതാണ്ട് ഒരുവിധം സെറ്റായി. ഇപ്പോൾ ഇതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ 2ാമത്തെയോ 3ാമത്തെയോ സെറ്റാണ് കേട്ടോ. പക്ഷേ ഇത് എടുത്തപ്പോഴത്തേക്കും അതിന് കുറച്ച് സൗണ്ട് നേരെ കേൾക്കുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ലഞ്ചിനേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. പിന്നെ ഇതിന് വോയിസ് നിങ്ങൾക്ക്, ഞങ്ങൾ മൈക്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാണ്ട് വീഡിയോയുടെ വോയിസ് കമ്മിയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. സോ ഇത്തവണ ഇതൊക്കെ ഉള്ളൂ. ഇതേ കണ്ടോ, അപ്പോഴത്തേക്ക് ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന നേരത്തേക്ക് ഡാഡി കൊണ്ടുപോയി കുളിപ്പിച്ച് സെറ്റാക്കി മുണ്ടൊക്കെ ഉടുത്ത് മഞ്ഞ കണ്ണാടിയൊക്കെ വെച്ച് ഇറങ്ങിയൊക്കെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അവനിങ്ങനെ ഓരോ ക്യാരക്ടറായിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഇതേ കണ്ട് നമ്മുടെ ചിക്കൻ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, നല്ല തിക്കായിട്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ആ ഒരു റേഞ്ച് തന്നെ മാറും. അപ്പോൾ ഇതേ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ ഇപ്പം പ്രിയപ്പെട്ടവർ അത് ഫുഡ് കഴിച്ചിട്ട് അവരുടെ ആ ഒരു റെസ്പോൺസ് അറിയുമ്പോഴാണ്, എങ്ങനെയുണ്ടെന്ന് അറിയുമ്പോഴാണ്. സോ എല്ലാവരുടെയും റിയാക്ഷൻ വളരെ നല്ലതായിരുന്നു. ഞാനും കഴിച്ചു നോക്കി. ഇത്തരത്തിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പൊരിയില്ലേ, നമ്മൾ ഈ ചേർത്ത സവോള, ചെറിയുള്ളി, അതെല്ലാം ഫ്രൈഡായിട്ട് വരും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറി
ദർ ഈസ് നത്തിങ് ലൈക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇല്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി ഒരു ലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.